പാർട്ണർഷിപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇതിന് കൂടുതലായിട്ടുള്ളത് എന്നാൽ കമ്പനിയുടെ അത്രയും അഡ്വാൻറ്റേജസ് കിട്ടത്തുമില്ല. ചില കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് അത്രയും കിട്ടത്തില്ല. പക്ഷെ കംപ്ലയൻസസ് നോക്കുമ്പോൾ കുറവാണ്. ഫസ്റ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു പാർട്ണർഷിപ്പിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്? ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ണർ ഈസ് അൺലിമിറ്റഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ജനറൽ പാർട്ണർഷിപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ പാർട്ണറിന്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. അവരുടെ പേഴ്സണൽ അസറ്റ്സിന് വരെ റിക്കവർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ഡെറ്റ്സ് ഫേമിന്റെ പ്രോപ്പർട്ടിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോ പാർട്ണറിന്റെ പേഴ്സണൽ അസറ്റ്സിന് വരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതായിരുന്നു അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പാർട്ണർഷിപ്പിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതാണ്. പാർട്ണേഴ്സ് ആർ ജോയിന്റ്ലി ആൻഡ് സെവറലി liable for the debts and liabilities of the firm to the risk of personal assets of partners. അപ്പൊ അത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈവൻ പേഴ്സണൽ അസറ്റ്സിന് വരെ റിക്കവർ ചെയ്യാൻ പറ്റും. പാർട്ണേഴ്സ് ആർ ജോയിന്റ്ലി ആൻഡ് സെവറലി ലയബിൾ ഫോർ ഡെബ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഫേം ടു ദ റിസ്ക് ഓഫ് പേഴ്സണൽ അസറ്റ്സ്. പേഴ്സണൽ അസറ്റ്സിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുന്നവരാണ്. Partner is not having the right to transfer his holding in the partnership unless he retires from partnership and other partners agree to admit the same. നമ്മൾ കമ്പനിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഷെയർസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അൺലെസ് ഇറ്റ് ഈസ് എ ലിസ്റ്റഡ് കമ്പനി നമുക്ക് ഇല്ല, പബ്ലിക് കമ്പനി അല്ലാത്ത പക്ഷം ഷെയർസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും അത്ര പ്രശ്നമില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പാർട്ണർഷിപ്പിനകത്ത് ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ, ആ ഷെയർ വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് എഗ്രി ചെയ്യണം. അപ്പൊ പാർട്ണർ is not having the right to transfer his holding in the partnership unless he retires from the partnership and other partners agree to admit the same. ഇനി അടുത്ത വന്നിട്ട് നമ്പർ ഓഫ് മെമ്പേഴ്സ് is limited by which more investments will not be there which results in inhibiting the growth of business. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു പാർട്ണർഷിപ്പിൽ ഒരു അപ്പർ ലിമിറ്റ് പറയുന്നുണ്ട്. 50 പേര് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 100 പേര് കൂടുതലാണെങ്കിൽ പാർട്ണർഷിപ്പ് പറ്റില്ല എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ അവിടെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അടുത്ത ഇതായിട്ട് LLP ആയിട്ടോ കമ്പനി ആയിട്ടോ ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പം നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു അപ്പർ ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലേ കൂടുതൽ ഗ്രോത്ത് ഓഫ് ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം പാർട്ണർഷിപ്പിന്റെ. Well, liability of each partner is unlimited and partners are jointly and severally liable for the debts and liabilities of a partner is not having the right to transfer his share in partnership. അതുപോലെ തന്നെ number of members is limited so that no more investments cannot be made which results in inhibiting the growth of business. അപ്പൊ ഇതൊക്കെയായിരുന്നു പാർട്ണർഷിപ്പിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ LLPക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് കൂടുതലായിട്ട് കിട്ടുന്നത് എന്നുള്ളത്, കൂടുതൽ LLPയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്ത് അഡ്വാൻറ്റേജാണ് കൂടുതൽ കിട്ടുന്നത് എന്നുള്ളതാണ് mainly വരുന്നത്. The concept of LLP. LLP is an alternative corporate business that gives the benefit of limited liability, ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ്. അതായത് ഒരു ഹൈബ്രിഡ് ആണ്, ഒരു പാർട്ണർഷിപ്പിന്റെ കമ്പനിയുടെ ഒരു ഹൈബ്രിഡ് ആയിട്ട് പറയാം. ഫ്ലെക്സിബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് മെയിൻലി ലിമിറ്റഡ് ലയബിലിറ്റി പറയുന്നത് അല്ലെ. അപ്പൊ ബെനിഫിറ്റ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് രണ്ടും കൂടെ മേർജ് ആയി കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ആണ് LLP. It can continue its existence irrespective of change in partners. പാർട്ണേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാലും, മറ്റേതിനകത്ത് അങ്ങനെ പറയാം അഡ്മിഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിസ്റ്റൻസ് irrespective of changes in partners. ഇനി ഇറ്റ് ഈസ് capable of entering into contracts and holding property in its own. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയുടെ പുറത്തെ ഒരു സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. അതിന്റെ നെയിമിൽ തന്നെ കോൺട്രാക്ട്സിൽ എൻറ്റർ ചെയ്യാം. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ പാർട്ണർഷിപ്പിനാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഏജൻസി ആയതുകൊണ്ട് തന്നെ പാർട്ണേഴ്സ് എന്തൊക്കെ ചെയ്യുന്നോ അതിന് പാർട്ണർഷിപ്പ് ലൈബിളാണ്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് എന്തൊക്കെ ഡീലിംഗ്സിൽ കയറുന്നുണ്ടോ അതെല്ലാം പാർട്ണേഴ്സ് ലൈബിളാണ്. അപ്പൊ പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ അതിന്റെ സ്റ്റാറ്റസിൽ അതിന്റെ LLPക്ക് സ്വന്തമായി കോൺട്രാക്ട്സിൽ എൻറ്റർ ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്. ആൻഡ് ഈസ് ലയബിൾ ടു ദ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് ഹിസ് അസറ്റ്സ് ബട്ട് ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ഇസ് ലിമിറ്റഡ് ടു ദർ അഗ്രീഡ് കോൺട്രിബ്യൂഷൻ. സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ലിമിറ്റഡ് ആണ്.
No partner is liable on account of independent or unauthorized actions of other partners. പക്ഷെ പാർട്ണർഷിപ്പിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇല്ലായിരുന്നു. ഏത് പാർട്ണർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ബാക്കി പാർട്ണേഴ്സ് അതിന് ലയബിൾ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പാർട്ണർ ഇസ് ലയബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഡിപെൻഡന്റ് പാർട്ണർ ചെയ്യുന്ന ലയബിലിറ്റി വേറെ പാർട്ണേഴ്സിന് ബിയർ ചെയ്യേണ്ടി വരത്തില്ല. Thus, individual partners are shielded from joint liability created by another partner's wrongful business decision or misconduct. പാർട്ണർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. Mutual rights and duties of partners within a LLP are governed by agreement between the partners. അപ്പൊ ഇവിടെ ഉണ്ട് ഒരു എഗ്രിമെന്റ്. സെയിൽ ഓഫ് കോൺട്രാക്ട് ആക്ടിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്നത്തെ പാർട്ണർഷിപ്പ് ആക്ടിനകത്തുണ്ട്. ഇപ്പൊ LLPക്കകത്ത് എന്തായാലും എല്ലാ എഗ്രിമെന്റിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പൊ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണേഴ്സ് വിത്തിൻ an LLP are governed by agreement between the partners or between the partners and LLP as the case may be. So it's a hybrid between company and partnership. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ ചില ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ പാർട്ണർഷിപ്പുമായിട്ട് സിമിലാരിറ്റി തോന്നും, ചില ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ കമ്പനിയായിട്ട് സിമിലാരിറ്റി തോന്നും. അപ്പൊ രണ്ടിനെയും കൂടെ ഒരു മേർജ്ഡ് വേർഷൻ ആണ് LLP എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്, ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റ് കോർപ്പറേറ്റ് ബിസിനസ് ദാറ്റ് ഗിവ്സ് ദ ബെനിഫിറ്റ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പും ഉണ്ട്. അത് ഓർത്തേക്കാം. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ചസ് ഇൻ പാർട്ണേഴ്സ്. അപ്പൊ അഡ്മിഷൻ വന്നാലും റിട്ടയർമെന്റ് സംഭവിച്ചാൽ അവരുടെ ഡിസൊല്യൂഷൻ നടക്കത്തില്ല, LLP എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മീൻസ് അതിനൊരു ഡിസൊല്യൂഷൻ വരത്തില്ല അൺലെസ് ആ ഡിസൊല്യൂഷൻ പ്രോസസ്സിലോട്ട് പോവാതെ. പാർട്ണർഷിപ്പ് പക്ഷെ അങ്ങനെയല്ല. capable of entering into contracts and holding property in its own name. ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ can enter into contracts and hold property in its own name. It's a separate legal entity. No partner is liable on account of independent and unauthorized actions of other partners. പിന്നെ mutual rights and duties of partners within the LLP are governed by agreement. So we can say that LLP is a hybrid between company and partnership. Features of LLP. Okay. പിന്നെ വന്നിട്ട് ഈ പാർട്ണർഷിപ്പില് ആരൊക്കെയായിരുന്നു പാർട്ണേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ഇന്നലെ ആർക്ക് കൺസേൺ മൈൻഡ് ആണെങ്കിൽ പറ്റില്ല, അങ്ങനെ 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 പറഞ്ഞായിരുന്നു. ഇന്നിപ്പോ who may be a partner in LLP. LLPയിൽ പാർട്ണർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റാറ്റസ് ആണ് വേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഓർ ബോഡി കോർപ്പറേറ്റ് മേ ബി എ പാർട്ണർ ഇൻ LLP. ഇൻഡിവിജ്വലിനും ആവാം, ബോഡി കോർപ്പറേറ്റിനും പാർട്ണർ ആവാൻ പറ്റും. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു LLPക്ക് നമ്മുടെ LLPയിൽ പാർട്ണർ ആവാൻ പറ്റും. പക്ഷെ പാർട്ണർഷിപ്പിൽ അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചില്ലല്ലോ, ഇൻഡിവിജ്വൽസ് ആയിരുന്നു മൊത്തം പാർട്ണേഴ്സ് ആയിട്ടുള്ളത്. പക്ഷെ ഇൻ കേസ് ഓഫ് LLP ഇൻഡിവിജ്വലിനും പാർട്ണർ ആവാൻ പറ്റും, അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റ് വേറൊരു ബോഡി കോർപ്പറേറ്റിനും LLPയിൽ പാർട്ണർ ആവാൻ പറ്റും. ലിമിറ്റഡ് ലയബിലിറ്റി അപ്പൊ ആർക്കൊക്കെ പാർട്ണേഴ്സ് ആവാൻ പറ്റും എന്നുള്ളതാണ്. LLP രജിസ്റ്റേർഡ് അണ്ടർ LLP ആക്ട് അല്ലെങ്കിൽ LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെ അല്ല, ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും പാർട്ണർ ആവാൻ പറ്റും. എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം കമ്പനി ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യക്കും LLPയിൽ പാർട്ണർ ആവാൻ പറ്റും. ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, LLP വേറൊരു LLPക്കും പറ്റും, ഇനി LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യക്കും പറ്റും, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യക്കും LLPയിൽ പാർട്ണർ ആവാൻ പറ്റും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് a corporation sole, അതുപോലെ തന്നെ cooperative society, any other body corporate not being an LLP, which the central government may by notification in official gazettes specify in this behalf. എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഓർഗനൈസേഷന് ബോഡി കോർപ്പറേറ്റ് ഒരു സ്റ്റാറ്റസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും പറ്റില്ല. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കും എന്ത് പറ്റില്ല, LLPയിൽ പാർട്ണർ ആവാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ LLPക്കും വേറെ LLP ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതുപോലെ തന്നെ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, പിന്നെ ഇൻഡിവിജ്വൽസിനും LLPയിൽ പാർട്ണർ ആവാൻ പറ്റും. ഇനി ഇൻഡിവിജ്വൽ ആണ് പാർട്ണർ ആവുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കണം വേണ്ട ക്വാളിറ്റീസ് എന്നുള്ളത്. അൺസൗണ്ട് മൈൻഡ് ആവാൻ പാടില്ല. നമ്മൾ അൺസൗണ്ട് മൈൻഡ് ഉള്ളവർക്ക് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു എഗ്രിമെന്റ് വരുന്നുള്ളത് കൊണ്ട് അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ പറ്റില്ല. അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് ആണെങ്കിൽ പറ്റില്ല. ആൻഡ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ് ആൻഡ് ഹിസ് ആപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. അതായത് ഇൻസോൾവൻസി പ്രോസസ്സ് നടക്കുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻസോൾവൻസി പ്രോസസ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫൈനലൈസ് ആയിട്ടില്ല. അല്ലെങ്കിൽ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലയബിലിറ്റീസ് ഇനി ഒരു ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ കഴിവുള്ള ആളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്ന് പറയും. ഇനി അൺഡിസ്ചാർജ് പറഞ്ഞാൽ എപ്പോഴും ഇൻസോൾവൻസി പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇനി ലയബിലിറ്റീസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അൺസൗണ്ട് മൈൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസോൾവൻസി പ്രോസസ് നടക്കുകയാണെങ്കിലും ഇൻഡിവിജ്വൽ ഈസ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് പാർട്ട്ണർ ഇൻ LLP. ഏതൊക്കെ ബോഡി കോർപ്പറേറ്റ്സിന് പറ്റും, ഇനി ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവർക്ക് വേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് 2 പാർട്ട്നേഴ്സ് എങ്കിലും വേണം. LLP-ല് മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. കമ്പനിയിൽ പക്ഷെ OPC പറ്റുമായിരുന്നു, 1 person കമ്പനി എന്നുള്ള ഒരു ഫോം ഓഫ് കമ്പനി പറ്റുമായിരുന്നു. പക്ഷെ LLP ആയി കഴിയുമ്പോൾ മിനിമം 2 പാർട്ട്നേഴ്സ് എങ്കിലും വേണം. ഇനി കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ LLP-ല് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ അവരായിരിക്കും കമ്പനി LLP-ക്ക് വേണ്ടി എല്ലാ കോൺട്രാക്ട്സിലും സൈൻ ചെയ്യുക. സൈനിങ് അതോറിറ്റി എപ്പോഴും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് ആയിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് ഡിസിഷൻസിലും ഒക്കെ കൂടുതലും എൻഗേജ് ആവുന്ന ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എൻട്രസ്റ്റ് ചെയ്തേക്കുന്ന ഡ്യൂട്ടീസ് പോലെ LLP-ല് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും മെയിൻ റോൾ എന്ന് പറയുന്നത്. Every LLP shall have at least 2 designated partners. Minimum number 2 ആണ്. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് മിനിമം 2 പേര് തന്നെ വേണം. അത് ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. ബോഡി കോർപ്പറേറ്റ്സ് പാർട്ട്നേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കും. ഡെസിഗ്നേറ്റഡ് പാർട്ണർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷാൽ ബി എ റെസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉള്ളതിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി റെസിഡന്റ് ഇൻ ഇന്ത്യ. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 182 days സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവനും പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 182 days എങ്ങനെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു റെസിഡന്റ് ആയിരിക്കാം ഈ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരാളെങ്കിലും. അപ്പൊ അതാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്റെ കാര്യം വന്നിട്ട്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ഡെസിഗ്നേറ്റഡ് പാർട്ണർ. ഇനി ആർക്കൊക്കെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെ he has at any time within the preceding 5 years been adjudicated insolvent. കഴിഞ്ഞ ഏതെങ്കിലും 5 വർഷത്തിൽ ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലോ preceding 5 years എപ്പോഴെങ്കിലും ഇൻസോൾവെന്റ് എന്നൊരു സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് പറ്റില്ല. ആൻഡ് സസ്പെൻസ് or has at any time within preceding 5 financial years suspended payment to creditors എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റ് ലയബിലിറ്റി ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തെ കാര്യം നമ്മൾ നോക്കുന്നത്. 5 വർഷത്തിൽ എപ്പോഴെങ്കിലും പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് അത് മീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ, ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രെഡിറ്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാതിരുന്നിട്ടുണ്ടോ. ഇനി has been convicted by court for an offense involving moral turpitude and sentenced in respect thereof of imprisonment for less than 6 months, not less than 6 months. അതായത് 6 മാസമെങ്കിലും തടവ് കിടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയേഴ്സിൽ എപ്പോഴെങ്കിലും കൺവിക്റ്റഡ് ബൈ കോർട്ട് ആയിരുന്നു, അങ്ങനെ 6 months എങ്കിലും ഇംപ്രിസൺമെന്റ് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ. അതുപോലെ തന്നെ ഏത് ഒഫൻസിനാണ് ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ ഇംപ്രിസൺമെന്റിൽ കടന്നിട്ടുള്ള ആളാണോ, അങ്ങനെയുള്ള ആളാണെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണർ സ്റ്റാറ്റസ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാൻ പറ്റില്ല. ഇനി has been convicted by court for an offense involving section 30 of the act. section 30-ൽ എന്തൊക്കെയാ വരുന്നത് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ കേസുകളിൽ കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കും എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു കൺവിക്ഷൻ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കും ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാൻ പറ്റില്ല. അപ്പൊ പ്രിസീഡിംഗ് 5 yearsൽ എപ്പോഴെങ്കിലും ഇൻസോൾവൻസി പ്രോസസ് അത് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ as at any time in the preceding 5 years suspended payment to his creditors, എന്തെങ്കിലും ക്രെഡിറ്റ് ലയബിലിറ്റി ഉണ്ടായിട്ട് അത് മീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ. convicted by court for an offense involving moral turpitude or convicted by court for an offense involving section 13. section 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിന് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാൻ പറ്റില്ല. അതാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ട്. ഇനി
ലയബിലിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ. അപ്പൊ ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സിനെ എലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്. റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് ഓൾ ആക്ട്സ്, മാറ്റേഴ്സ് ആൻഡ് തിങ്സ് as required or done by LLP in respect of that is filing of any document, return statement, അതായത് നമ്മൾ ആനുവൽ റിട്ടേൺ, LLPയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾവൻസി ആയിക്കോട്ടെ, എന്ത് ഡോക്യുമെന്റ് ഫയൽ ചെയ്താലും അതിനകത്തെല്ലാം സൈൻ ചെയ്യേണ്ടി വരിക ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ LLPയെ സംബന്ധിച്ച് എന്തൊക്കെ ആക്ട്സ് വരുന്നുണ്ടോ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ടോ, എന്തൊക്കെ ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടോ, അതിനെല്ലാം റെസ്പോൺസിബിൾ ആയിരിക്കും ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. റെസ്പോൺസിബിൾ ഇൻ ദ സെൻസ് അവരായിരിക്കും സൈൻ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ റെസ്പോൺസിബിലിറ്റി അവർക്കാവും കൂടുതൽ. liable to all penalties imposed on LLP for any contravention of those provisions. അപ്പൊ എന്തെങ്കിലുമൊക്കെ എല്ലാ പെനാൽറ്റീസ് ഈ LLPക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും റൂൾസ് ഫോളോ ചെയ്യാത്തതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനും ലയബിൾ ആവും. ഇതൊക്കെയാണ് ലയബിലിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വന്നിട്ട്. മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLPയുടെ ബിസിനസ് ഡിസിഷൻസിലെല്ലാം പാർട്ടാവുന്നത് ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഫയലിംഗ് ഓഫ് എല്ലാ ഡോക്യുമെന്റ്സിലും എല്ലാ റിട്ടേൺസിലും ഒക്കെ അവരുടെ സൈൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിരിക്കും. Incorporation of LLP. ഇപ്പൊ ഇൻകോർപ്പറേഷനകത്ത് റിസർവേഷൻ, ഫസ്റ്റ് തന്നെ റിസർവേഷൻ ഓഫ് നെയിം വരുന്നുണ്ട്, പിന്നെ സബ്മിഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ്. ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് എല്ലാം രജിസ്ട്രാറുമായിട്ട് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ രജിസ്ട്രേഷൻ ഓഫ് LLP. അപ്പൊ നമ്മൾ പാർട്ണർഷിപ്പിനകത്ത് പറഞ്ഞായിരുന്നു, പാർട്ണർഷിപ്പിന് ചൂസ് ചെയ്യാം രജിസ്റ്റർ ചെയ്യണോ രജിസ്റ്റർ ചെയ്യേണ്ടായോ എന്നുള്ളത്. പക്ഷെ എന്തായാലും LLPയിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്തായാലും വരുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പിന് കുറച്ചുകൂടി ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടണമെങ്കിൽ, ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അത് അവരുടെ ഡിസിഷൻ ആയിരുന്നു. രജിസ്റ്റർ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. പക്ഷെ പാർട്ണർഷിപ്പിൽ എന്തായാലും LLPയിൽ എന്തായാലും രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് റിസർവേഷൻ ഓഫ് നെയിം, അത് കഴിഞ്ഞ് സബ്മിഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് വിത്ത് രജിസ്റ്റർ, പിന്നെ അവസാനം രജിസ്ട്രേഷൻ ഓഫ് LLP. അപ്പൊ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും. ഇനി റിസർവേഷൻ ഓഫ് നെയിം ഫോം നമ്പർ 1 ആണ്, അതും ഓർത്തിരിക്കുക. അപ്പൊ ഫസ്റ്റ് തിങ് ആദ്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോം നമ്പർ 1 ആണ് റിസർവേഷൻ ഓഫ് നെയിമിനകത്ത് വരിക. പിന്നെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പേര് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ എന്തൊക്കെ ആയിരിക്കും അതിനകത്ത് പേരിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് റിസർവേഷൻ ഓഫ് നെയിം ആയിരുന്നു ഫോം നമ്പർ 1. അത് കഴിഞ്ഞ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് അത് ഫോം നമ്പർ 2 വരുന്നത്. ആ ഓർഡറിൽ തന്നെ ഫോം നമ്പർ 1, ഫോം നമ്പർ 2. ഇനി ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ഷാൽ സ്റ്റേറ്റ് ദ നെയിം ഓഫ് LLP. അപ്പൊ നെയിം റിസർവ് ചെയ്തു, നെയിം സെലക്ട് ചെയ്തു, അതിന്റെ അലോട്ട്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് ഫസ്റ്റ് തന്നെ നെയിം ഓഫ് LLP, പിന്നെ എന്താണ് പ്രൊപ്പോസ് ബിസിനസ് ഓഫ് LLP, പിന്നെ അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP, എവിടെയാണ് രജിസ്റ്റേർഡ് ഓഫീസ്, പ്രൈമറി ബിസിനസ് ഒക്കെ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് ഓഫ് ദ പാർട്ണേഴ്സ് ഹു ആർ ടു ബി ദ പാർട്ണേഴ്സ് ഓഫ് LLP ഓഫ് ഇൻകോർപ്പറേഷൻ, LLP on incorporation. State the name and address of persons who are to be designated partners. എല്ലാ പാർട്ണേഴ്സിന്റെ നെയിമും അഡ്രസ്സും വേണം. ഇനി ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആണെങ്കിൽ സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്യണം. ഇനി കണ്ടെയ്ൻ സച്ച് ഇൻഫർമേഷൻ as may be prescribed. അപ്പൊ മെയിൻലി അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നെയിം റിസർവ് ചെയ്തു, നെയിം അലോക്കേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ അത് മെൻഷൻ ചെയ്യണം. ഇനി എന്താണോ LLPയുടെ ബിസിനസ് എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അഡ്രസ് ആൻഡ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP, name and address of each of the partners, പിന്നെ name and address of persons who are selected to be the designated partners of LLP. അപ്പൊ ഇത്രയും എലമെന്റ്സ് ഉണ്ടാവണം, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവണം ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് രജിസ്റ്റർ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ, ഈ LLPയുടെ കോൺട്രിബ്യൂഷൻ, ഓരോ പാർട്ട്നേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് എങ്ങനെയാണോ LLPയുടെ ഫുൾ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അനുസരിച്ചായിരിക്കും ഫീസ്. ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അലോങ് വിത്ത് ഫീസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും പ്രിസ്ക്രൈബ് ഫീസ്. പിന്നെ
അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ. അപ്പൊ ഇത്രയും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രജിസ്ട്രാർ ഷാൽ റീറ്റെയിൻ ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്. ഇഫ് ദ റിക്വയർമെന്റ്സ് ഹാവ് നോട്ട് ബീൻ കംപ്ലൈഡ് വിത്ത്, ഹി ഷാൽ വിത്തിൻ എ പീരിയഡ് ഓഫ് 14 days register the incorporation document and give a certificate that the LLP is incorporated by the specified name. തരണം. അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ 14 ഡേയ്സിനുള്ളിൽ ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് രജിസ്റ്റർ റീറ്റെയിൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് LLP, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വിത്ത് സ്പെസിഫൈഡ് നെയിം, ഏത് നെയിമാണോ നമ്മൾ സെലക്ട് ചെയ്തത് അത് വെച്ചിട്ട് രജിസ്റ്റർ അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് റിസർവേഷൻ ഓഫ് നെയിം, അതായത് സബ്മിഷൻ ഓഫ് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് വിത്ത് രജിസ്റ്റർ. പിന്നെ അതെല്ലാം ഓക്കെ ആണ്. ഈ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് രജിസ്റ്റർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിത്തിൻ 14 days 2 weeksനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, പിന്നെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എഫക്ട് ഓഫ് രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ capable of being sued and be, അതായത് നമുക്ക് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റും വേറെ പാർട്ടീസിന്. അതുപോലെ തന്നെ വേറെ പാർട്ടീസ് സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടും ലീഗലി. അതിനു വേണ്ടിയിട്ടാണല്ലോ രജിസ്ട്രേഷൻ. capable of being sued, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് തന്നെ. പിന്നെ ഹാവിങ് എ കോമൺ സീൽ ഇഫ് ഇറ്റ് ഡിസൈഡ്സ് ടു ഹാവ്, അതായത് വേണമെങ്കിൽ LLPക്ക് ഒരു കോമൺ സീലും ആവാം. മെയിൻലി കമ്പനിക്കാണ് നമ്മൾ കോമൺ സീൽ പറയുന്നത്, പാർട്ണർഷിപ്പിന് കോമൺ സീൽ ഒന്നുമില്ല. LLP ചൂസ് ചെയ്യുകയാണെങ്കിൽ LLPക്കും ഒരു കോമൺ സീൽ ആവാം ഇഫ് ഇറ്റ് ഡിസൈഡ്സ് ടു have one. And acquiring, owning and holding and developing, disposing. അപ്പോൾ LLPക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റസ്, ഒരു നെയിം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വന്തമായിട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങാം, അല്ലെങ്കിൽ ഓൺ ചെയ്യാം, ഹോൾഡ് ചെയ്യാം. അങ്ങനത്തെ എല്ലാ കോൺട്രാക്ട്സിലും എൻട്രി ചെയ്യാനും പറ്റും. അപ്പൊ അതൊക്കെയാണ് രജിസ്റ്റർ ചെയ്താലുള്ള അഡ്വാൻറ്റേജസ്. പിന്നെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ, അല്ല നെയിം ഇടുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി LLP ഷാൽ ഹാവ് ദ വേർഡ്സ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഓർ ആക്രോണിം LLP ഇൻ ദ ലാസ്റ്റ് ഓഫ് ഇറ്റ്സ് നെയിം. അപ്പൊ എന്താണോ പേര് അതിന്റെ ഒരു സഫിക്സ് ആയിട്ട് LLP എന്നും കാണും. LLP ആണെന്ന്, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ അതിന്റെ ഒരു സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യണം. പിന്നെ ലെറ്റർ ഹെഡിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ LLP എന്നുള്ള സഫിക്സും വേണം. പിന്നെ വന്നിട്ട് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, അതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. The LLP may change its place of registered office and file the notice of such change with the registrar following the procedure. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഓഫീസ് മെയിൻലി നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ്, അതായത് രജിസ്റ്റേർഡ് ഓഫീസ് ആദ്യം നമ്മൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് ഒരു പ്ലേസ് ഓഫ് ബിസിനസ്, പ്രൈമറി പ്ലേസ് ഓഫ് ബിസിനസ് സബ്മിറ്റ് ചെയ്തായിരുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് രജിസ്റ്ററിനെ ഇന്റിമേറ്റ് ചെയ്യണം. കാരണം രജിസ്റ്ററിന്റെ റെക്കോർഡ്സിൽ ഓൾറെഡി മറ്റേതായിരിക്കും പ്ലേസ് ഓഫ് ബിസിനസ്. അത് എങ്ങനെയാണെന്നുള്ളത് ഇനി വരുന്നത്. ഇഫ് ദർ ഇസ് നോ സച്ച് എഗ്രിമെന്റ്, ഇനി ചേഞ്ച് LLP എഗ്രിമെന്റിൽ ആദ്യം നമ്മൾ റെഫർ ചെയ്ത് നോക്കണം. LLP എഗ്രിമെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വേണം ഫോളോ ചെയ്യാൻ. ഈ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിൽ എന്തൊക്കെയാ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ ആയിരിക്കണം പ്രൊസീജിയർ എന്നുള്ളത് LLP എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ പാർട്ണേഴ്സ് ഷാൽ ബി റിക്വയർഡ് ഫോർ ചേഞ്ചിങ് ദ പ്ലേസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP ടു അനദർ പ്ലേസ്. അപ്പൊ കൺസെന്റ് ഓഫ് എല്ലാ പാർട്ണേഴ്സും വേണം രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി if change in place is from one state to another state, LLP having secured creditors shall also obtain the consent of such secured creditors. അപ്പൊ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ടാണ് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നതെങ്കിൽ അതിന് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, നമ്മുടെ LLPക്ക് എന്തെങ്കിലും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൺസെന്റും കൂടെ വാങ്ങണം എന്നുള്ളത് നിർബന്ധം. അപ്പൊ അല്ലാത്ത പക്ഷം കൺസെന്റ് ഓഫ് പാർട്ണേഴ്സ് മാത്രം മതി. ഇനിയിപ്പോ നമുക്ക് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആയ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചേഞ്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, വേറൊരു സ്റ്റേറ്റിലോട്ടാണ് രജിസ്റ്റേർഡ് ഓഫീസ് മാറുന്നതെങ്കിൽ കൺസെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സും കൂടെ കിട്ടണം അലോങ് വിത്ത് കൺസെന്റ് ഓഫ് പാർട്ണേഴ്സിന്റെ കൂടാതെ
ക്രെഡിറ്റേഴ്സിന്റെയും കൂടെ കൺസെന്റ് കിട്ടിയാലേ പറ്റുള്ളൂ. ഇനി നോട്ടീസ് ഫോർ ചേഞ്ച് ഓഫ് രജിസ്റ്റർ ഓഫീസ് ഷാൽ ബി ഗിവൺ ടു രജിസ്റ്റർ ഇൻ ഫോം നമ്പർ 15. ഇതും കൂടെ ശ്രദ്ധിച്ചേക്കണം. ഈ ഫോം നമ്പർ കൊടുത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് കുറെ ഫോംസ് പറയുന്നുണ്ട്. ഈ ഫോം നമ്പർ 15 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഫോം നമ്പർ 12 പോണ്ടിച്ചേരി ഡോക്യുമെന്റ് സർവീസ് ഓഫ് ഡോക്യുമെന്റ്സിനകത്ത് അത് വരുന്നുണ്ട്. അപ്പൊ കുറെയൊക്കെ ഓർത്തിരിക്കണം. അപ്പം കൺസെന്റ് ഓഫ് പാർട്ണർ ആദ്യം നോക്കേണ്ടത് LLP എഗ്രിമെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. LLP എഗ്രിമെന്റ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൺസെന്റ് ഓഫ് ഓൾ പാർട്ണേഴ്സോട് കൂടിയേ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൺസെന്റ് കൂടെ വേണം. ഏത് കേസിലാണ്? വൺ സ്റ്റേറ്റ് ടു അനദർ ആണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാൻ പോകുന്നതെങ്കിൽ. ഇനി ഫോം നമ്പർ 15 ആണെന്ന് ഓർത്തിരിക്കുക. രജിസ്ട്രാറെ ഇന്റിമേറ്റ് ചെയ്യണം. ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് നോട്ടീസ് കൊടുക്കേണ്ട, രജിസ്ട്രാറിന് നോട്ടീസ് കൊടുക്കേണ്ടത് ഫോം നമ്പർ 15 ആണ്. If the change in place of registered office is from one state to another, LLP shall publish its general notice not less than 21 days before filing of any notice with the register, a daily newspaper published in English and principal language of the district in which registered office of LLP is situated, circulating in that district, giving notice of change of registered office. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സ്റ്റേറ്റ് ടു അനദർ ആണ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് LLP ഒരു ജനറൽ നോട്ടീസ് കൊടുക്കണം. ഇവിടെ ഏതൊക്കെയാ പബ്ലിഷ് ചെയ്യേണ്ടി വരും? എവിടൊക്കെ? ഡെയിലി ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും വേണം. അതുപോലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റിലായിരുന്നു നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് നേരത്തെ, അവിടെയും കൂടെ നോട്ടീസ് കൊടുക്കേണ്ടി വരും. അവിടെയും കൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഒരു സ്റ്റേറ്റിൽ മറ്റേ ഈ സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്നുള്ളത്. അപ്പം ഡെയിലി അപ്പം എപ്പോഴൊക്കെ കൂടുതൽ കംപ്ലൈൻസസ് വരുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ കംപ്ലൈൻസസ് വരുന്നത്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റ് വരണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ആ ഡിസ്ട്രിക്റ്റിൽ എന്താണോ പ്രിൻസിപ്പൽ ലാംഗ്വേജ്, ആ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിലും ഇത് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ രജിസ്റ്റേർഡ് ഓഫീസ് ഈ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറുകയാണെന്നുള്ളത്. ഇനി ചേഞ്ച് വിത്തിൻ ദ സ്റ്റേറ്റ് തന്നെ ആണെങ്കിൽ ഫ്രം of one register to another jurisdiction of another register. അപ്പം വിത്തിൻ ദ സ്റ്റേറ്റ് ആയി കഴിയുമ്പോൾ രജിസ്ട്രാർ മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്ലേസ് അനുസരിച്ച് രജിസ്ട്രാർ മാറാമല്ലോ. or from one state to another state, the LLP shall file the notice in form 15 with the register from where the LLP proposes to shift its registered office with a copy thereof for the information to a register under whose jurisdiction registered office of the proposed is to be shifted. അപ്പോൾ ഒരു രജിസ്റ്റർ വിത്തിൻ ദ സ്റ്റേറ്റ് തന്നെ ആണെങ്കിൽ ഒരു രജിസ്ട്രാറിൽ നിന്ന് വേറൊരു രജിസ്ട്രാറിലോട്ട് ട്രാൻസ്ഫർ ആവാമല്ലോ. ഒരുപാട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ വേറൊരു രജിസ്ട്രാറുമായിട്ടാണ് പിന്നെ ചെയ്യേണ്ടതെങ്കിൽ അപ്പൊ നോട്ടീസ് ഇൻ ഫോം 15 നോട്ടീസ് കൊടുക്കണം പുതിയ രജിസ്ട്രാറിന് ഇതുപോലെ മാറുകയാണെന്നുള്ളത്. അതൊക്കെയാണ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ആണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതേ സ്റ്റേറ്റ് ആണ്, വിത്തിൻ ദ സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷെ ജുറിസ്ഡിക്ഷൻ ഓഫ് രജിസ്റ്റർ മാത്രം മാറുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ, ഏതാണ് ഫോൺ നമ്പർ എന്നുള്ളതും ശ്രദ്ധിച്ചു വെക്കണം. ഇനി വന്നിട്ട് partners and their relations. LLP is governed by LLP agreement made between the partners. LLP agreement പാർട്ണർഷിപ്പിനകത്തെ പോലെ തന്നെ ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ LLP agreement ഫോളോ ചെയ്തിട്ടായിരിക്കും അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസും എല്ലാം പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം ഇതിനകത്തായിരിക്കും പറയുന്നത്. എഗ്രിമെന്റ് ഈസ് ദ വൈറ്റൽ ഡോക്യുമെന്റ് ഇൻ LLP ട്രാൻസാക്ഷൻ. ഇനി അങ്ങനെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് എഗ്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ, ഇൻ ആബ്സെൻസ് ഓഫ് എഗ്രിമെന്റ് ആസ് ടു എനി മാറ്റർ, ഇനി ഏതെങ്കിലും ഒരു മാറ്ററിൽ പറഞ്ഞിട്ടുള്ള താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫിക്കലി എഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. Mutual rights and duties of partners and mutual rights and duties of LLP and the partners shall be determined by provisions relating to matter as set out in first schedule. ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് ഈ താഴെ പറഞ്ഞേക്കുന്നതൊക്കെ. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് LLP ആൻഡ് ദ പാർട്ട്നേഴ്സ്, അവർ തമ്മിലുള്ള മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താന്നൊക്കെ ഉള്ളത് അവരുടെ LLP എഗ്രിമെന്റിൽ സ്പെസിഫിക്കലി പറയുന്നില്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ളത് താഴ്ത്തിരിക്കുന്നത്. All the partners of LLP are entitled to share equally in capital, profit and losses of LLP. അതായത് എഗ്രിമെന്റിൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ആയിരിക്കും അവരുടെ ഷെയർ എന്ന് പറയുന്നത്.
പ്രോഫിറ്റും ലോസ് ആണെങ്കിൽ അങ്ങനെ. LLP shall indemnify each partner in respect of payments made and personal liabilities incurred by him, the ordinary and proper conduct of business of LLP, in or about anything necessarily done for preservation of business or property of LLP. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കണ്ടക്ട് ഓഫ് ബിസിനസിന്റെ അതിന്റെ ഇടയ്ക്ക് പാർട്ണറിന് എന്തെങ്കിലും ലയബിലിറ്റി ഇൻക്വയർ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ അത് നോർമൽ കണ്ടക്ട് ഓഫ് ബിസിനസിന്റെ ഭാഗമായിട്ടായിരിക്കണം, പേഴ്സണൽ ആയിട്ടുള്ളതായിരിക്കരുത്. നോർമൽ കണ്ടക്ട് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിത്തിങ് ഡൺ നെസസറി ഫോർ പ്രിസർവേഷൻ ഓഫ് ബിസിനസ് ഓർ പ്രോപ്പർട്ടി ഓഫ് LLP. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? അപ്പം LLP ഈച്ച് പാർട്ണറിനെ ഇൻഡെംനിഫൈ ചെയ്യും. എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് LLP ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. Every partner shall indemnify the LLP for any loss caused to it by his fraud in the conduct of business. എന്ന് പറഞ്ഞാൽ പാർട്ണറിന്റെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി കാരണം, ഇറസ്പോൺസിബിലിറ്റി കാരണം LLPക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പാർട്ണറും LLP ഇൻഡെംനിഫൈ ചെയ്യേണ്ടതുണ്ട്. Partner may take part in the management. Every partner may take part in the management of LLP. മറ്റേടത്തെ പോലെ സ്ലീപ്പിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഇൻആക്റ്റീവ് പാർട്ണർ അങ്ങനെയൊന്നുമില്ല. Each partner, every partner may take part in the management of LLP. No partner shall be entitled to remuneration for acting on the business or management of LLP. എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി എഗ്രിമെന്റിനകത്ത് സാലറി ഉണ്ടെന്നോ റെമ്യൂണറേഷൻ ഉണ്ടെന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കും ഒരു പാർട്ണറിനും എൻറ്റൈറ്റിൽമെന്റ് ടു റെമ്യൂണറേഷൻ ഇല്ല. No partner may be introduced as a partner without consent of all existing partners. അത് മറ്റൊരു പോലെ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പാർട്ണേഴ്സിനും കൺസെന്റ് വേണം. Any matter or issue related to LLP shall be decided by resolution passed by majority in the number of partners. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബിസിനസ് ഡിസിഷൻ എടുക്കണമെങ്കിൽ മെജോറിറ്റി ഓഫ് പാർട്ണേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും. അപ്പൊ അങ്ങനെ അവര് റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. Every LLP shall ensure that decisions taken by it are recorded in minutes within 30 days of taking such decision. അപ്പൊ എല്ലാം നമ്മുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിൽ എല്ലാ ഡിസിഷൻസിന്റെ ഒരു ഷോർട്ട് ഇത് കാണണം. ആൻഡ് വിത്തിൻ 30 days ഓഫ് ടേക്കിംഗ് സച്ച് ഡിസിഷൻ ആ മിനിറ്റ്സിനുള്ളിൽ ആ മീറ്റിംഗിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോഴത്തേക്കുള്ള എല്ലാത്തിനെയും ബ്രീഫ് അക്കൗണ്ട് മിനിറ്റ്സിൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? ഫർദർ പിന്നെ റെക്കോർഡ്സിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി, പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും. Each partner shall render true accounts and full information on all things affecting the LLP to any partner or his legal representatives. എല്ലാ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ്. If a partner carries on any business of the same nature and competing with LLP without the consent of LLP, he must account for and pay over to the LLP all profits made by him in that business. എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പീറ്റ് ഒരു സിമിലർ ബിസിനസ് അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് നമ്മുടെ LLPയുടെ ബിസിനസ് എന്താണോ അതിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതിന് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ പാർട്ണർ ബിസിനസ് ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് സമയങ്ങളിലട്ടാ എല്ലാരും മ്യൂട്ട് ചെയ്യണേ. പാർട്ണർ ക്യാരീസ് അപ്പം സിമിലർ നേച്ചറുള്ള ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ LLPയുടെ ബിസിനസ് എന്താണോ അതിന് കോമ്പീറ്റിംഗ് ആയിട്ട് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു പാർട്ണർ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് LLPക്ക് കൊടുക്കേണ്ടി വരും. He must account for and pay over to the LLP all profit made by him in that business. അതെല്ലാം ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും. ഇനി every partner shall account to the LLP any benefit derived by him without the consent of LLP from any transaction concerning the LLP or from use by him of property, name or any business connection of LLP. അതായത് LLPയുടെ കൺസെന്റ് ഇല്ലാതെ, വേറെ പാർട്ണേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും ഒരു പാർട്ണർ എൻഗേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അതായത് LLPയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ LLPയുടെ ബിസിനസ് കണക്ഷൻ, LLPയുടെ നെയിം ഉപയോഗിച്ച് എന്തെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും LLPക്ക് ഇൻഡെംനിഫൈ ചെയ്യേണ്ടി വരും. No majority of partners can expel any partner unless a power to do so has been conferred by express agreement between the partners. അങ്ങനെ എല്ലാവരും കൂടെ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട്
ഒരു പാർട്ണറിനെ എക്സ്പെൽ ചെയ്യാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അതുപോലത്തെ എഗ്രിമെന്റ് ഉണ്ടാവണം. അപ്പൊ എല്ലാവരും കൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് എക്സ്പെൽ ചെയ്യാനൊന്നും പറ്റില്ല. All disputes between partners arising out of LLP agreement which cannot be resolved in terms of such agreement shall be referred to arbitration as per provisions of Arbitration and Conciliation Act. അപ്പൊ Arbitration Conciliation Act എന്ന് പറഞ്ഞാൽ 1996 അങ്ങനെ ഒരു ആക്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇപ്പൊ ലീഗൽ പ്രൊസീജിയേഴ്സിനൊന്നും പോവാതെ ഇങ്ങനെ പാർട്ടീസിന് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പ്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് നടക്കുകയാണെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്തോളാം എന്നുള്ളൊരു അങ്ങനെ ഒരു ക്ലോസ് ആണത്. അല്ലാത്ത പക്ഷം കേസ് കൊടുക്കുക അങ്ങനല്ല. അപ്പൊ അങ്ങനെ ഒന്നും LLP അഗ്രിമെന്റിൽ സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, എങ്ങനെയായിരിക്കും ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആർബിട്രേഷൻ ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് LLP അഗ്രിമെന്റിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും യൂഷ്വലി മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സും മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സും. പാർട്ട്നേഴ്സ് തമ്മിലും LLPയും പാർട്ട്നേഴ്സും തമ്മിലുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം എഗ്രിമെന്റിലായിരിക്കും യൂഷ്വലി പറയാറ്. പക്ഷെ ഇൻ കേസ് എഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് LLP ആക്ടിൽ എന്തൊക്കെയാണോ പറയുന്നത് അതനുസരിച്ച് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇങ്ങോട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഉള്ളത്. ഇത് വേണം ഫോളോ ചെയ്യാൻ. ഇനി സെസേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇൻട്രസ്റ്റ്. എപ്പോഴാണ് പാർട്ണർ ഒരു LLPയുടെ പാർട്ണർ അല്ലാതാവുന്നത്? എപ്പോഴാണ് എ പേഴ്സൺ ഷാൽ സീസ് ടു ബി എ പാർട്ണർ ഓഫ് LLP ഓൺ ഫോളോയിങ് ഗ്രൗണ്ട്സ്. എപ്പോഴാണ് ഒരു പാർട്ണർഷിപ്പിന് ക്വാളിഫൈ ആവാത്ത ആളാവുന്നത്? എപ്പോഴാണ് ഹി സീസ് ടു ബി എ പാർട്ണർ എന്നുള്ളത്? ഓൺ ഹിസ് ഡെത്ത് ഓർ ഡിസൊല്യൂഷൻ ഓഫ് LLP. ഒന്നെങ്കിൽ ആള് മരിച്ചുപോയി അല്ലെങ്കിൽ LLP ഡിസോൾവ് ആയി. ഇഫ് ഹി ഈസ് ഡിക്ലെയർഡ് ടു ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പൊ അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഒന്നും എൻറ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്നേരം സെസേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്. If he has applied to be an adjudicated as insolvent or declared as an insolvent. ഒന്നുകിൽ പാർട്ണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇൻസോൾവൻസി പ്രൊസീജിയറിന് വേണ്ടി, അല്ലെങ്കിൽ he has been adjudicated as an insolvent. അപ്പൊ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമുക്ക് പാർട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു പാർട്ണറായിട്ട് LLPയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. Death or dissolution of on his death or dissolution of LLP, if he is declared to be of unsound mind, or he has been applied to be adjudicated as insolvent, or he is declared as insolvent. അപ്പൊ ഈ കേസുകളിലൊന്നും പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് മറ്റേ പാർട്ണർഷിപ്പിനാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ പാർട്ണറും ബാക്കി പാർട്ണേഴ്സിന്റെ ഏജന്റ് ആണ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പിന്റെ ഏജന്റ് ആണ്. പക്ഷെ LLP ആയി കഴിയുമ്പോൾ എവ്രി പാർട്ണർ ഓഫ് LLP ഈസ് ദ ഏജന്റ് ഓഫ് LLP. LLPയുടെ ഏജന്റ് ആണ്, ബട്ട് ഹി ഈസ് നോട്ട് ദ ഏജന്റ് ഓഫ് അതർ പാർട്ണേഴ്സ്. വേറെ പാർട്ണേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. പക്ഷെ ഈ പാർട്ണർ ഏതൊക്കെ ബിസിനസ് ട്രാൻസാക്ഷനിൽ എൻറ്റർ ചെയ്താലും LLPയെ represent ചെയ്യുന്നുണ്ട്. അപ്പൊ every partner of LLP is an agent of LLP, but he is not agent of other partners. അത് ഓർത്ത് വെച്ചേക്കണം. ഇനി liability of partner. A partner is not personally liable by reason of being partner of LLP, but he will be personally liable for his own wrongful act or omission, but he shall not be personally liable for the wrongful act or omission of any other partner. അതാണ് നമ്മൾ പറഞ്ഞത്. വേറൊരു പാർട്ണറിന്റെ ഏജന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു പാർട്ണറിന്റെ ഏജന്റ് അല്ലാത്തതുകൊണ്ട് അവരുടെ ആക്ട്സിന് റോങ്ഫുൾ ആക്ട്സിനോ അല്ലെങ്കിൽ ഒമിഷനോ ഒന്നും ബാക്കി പാർട്ണേഴ്സ് റെസ്പോൺസിബിൾ അല്ല. ബാക്കി പാർട്ണേഴ്സ് ഒന്നും പേഴ്സണലി റെസ്പോൺസിബിൾ ആവത്തില്ല. But he shall not be personally liable for wrongful act or omission of any other partner of LLP. സ്വന്തം റോങ്ഫുൾ ആക്ട്സ് അല്ലെങ്കിൽ ഒമിഷൻ റെസ്പോൺസിബിൾ ആവും, പക്ഷെ വേറെ പാർട്ട്നേഴ്സിന്റെ റോങ്ഫുൾ ആക്ട്സ് അല്ലെങ്കിൽ ഒമിഷന് റെസ്പോൺസിബിൾ ആവത്തില്ല. അതുപോലെ തന്നെ provides that any person who by words spoken or written or by conduct represents himself or knowingly permits himself to be represented as a partner in LLP is liable to the person who has on the faith of such representation given credit to LLP. അതായത് നമ്മൾ ആ പാർട്ണർഷിപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു റെപ്രസെന്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ LLPക്ക് ക്രെഡിറ്റ് കിട്ടി അല്ലെങ്കിൽ ലോൺ കിട്ടി, അതുപോലെ എന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ആ ക്രെഡിറ്ററിനോട് റെസ്പോൺസിബിൾ.
നമ്മളെ റെപ്രസെന്റ് ചെയ്യും, നമ്മളെ മുന്നിൽ കണ്ടിട്ടാണ് അവര് ക്രെഡിറ്റ് തന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ലയബിലിറ്റി ഉണ്ട്. represents himself or knowingly permits himself to be represented to be a partner in LLP is liable to any person who has on the faith of such representation given credit to LLP. നമുക്ക് നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മളായിരുന്നു ആ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ on the basis ആ LLP റെപ്രസെന്റ് ചെയ്ത് നമ്മളായിരുന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ആ ക്രെഡിറ്ററിനോട് റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കേണ്ടത്. അപ്പൊ അത് നമ്മുടെ ലയബിലിറ്റി ആയിട്ട് വരും. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു, സെക്ഷൻ 13 മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആക്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളത്. അതാണ് ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി എപ്പോഴാണ് വരുന്നത്? ടു എനി ആക്ട് വിത്ത് ദ ഇന്റന്റ് ടു ഡീഫ്രോഡ് ദ ക്രെഡിറ്റേഴ്സ് ഓഫ് LLP or any other person liability of LLP and partner shall be unlimited. നമ്മൾ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിലാണ് എൻഗേജ്. ഈ LLPയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്ത ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആവും. So in what section 30 says is, if any act is done with an intent to defraud the creditors of LLP or any other person, the liability of LLP and its partner shall be unlimited for all or any of the debts or other liabilities of LLP. Unlimited liability ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആവും, അല്ലെങ്കിൽ LLPക്ക് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇനിയും മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്നലെ പാർട്ണർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു, ഓഡിറ്റ് വേണം. LLP ആണെങ്കിൽ ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ഇവിടെ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഓഡിറ്റ് നെസസറി അല്ല. കാരണം ബുക്സ് ഒന്നും ചിലപ്പോൾ അവർക്ക് എഗ്രിമെന്റ് തന്നെ ഉണ്ടാവത്തില്ല, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവത്തില്ല. അപ്പൊ LLP ആണെങ്കിൽ ഓഡിറ്റ് വേണം. ഇനി എപ്പോഴും ഓഡിറ്റിന് വേണ്ടാത്തോ എന്നുള്ള കേസ് താഴെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. LLP to maintain proper books of account relating to affairs for each year and for annual filing of annual statement of account and solvency with the register. എന്തായാലും അവർ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ ആനുവൽ സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾവൻസിയും എല്ലാ വർഷവും ഓഡിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫയൽ ചെയ്യേണ്ടതാണ്. Accounts of LLP shall be audited. ഇനി books of accounts, LLP shall keep the books of accounts which are sufficient to show and explain LLP's transactions as to disclose with reasonable accuracy at any time financial position of the LLP at that time. അപ്പം books of accounts എന്തിനു വേണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാ റീസണബിൾ ആക്യുറസി വെച്ചിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് LLP എപ്പോഴെങ്കിലും നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇനി എനേബിൾ ദ ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ടു എൻഷുർ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി പ്രിപ്പയർഡ് കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെന്റ് ഓഫ് ആക്ട്. അപ്പം ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മുടെ റെഫറൻസ്, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സും സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾവൻസി ഒക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്ന കറക്റ്റ് ആണെന്ന് മാച്ച് ആണെന്നൊക്കെ ഉള്ളത് റെഫർ ചെയ്യാനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവണം. ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കണം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി എല്ലാം പ്രിപ്പയർ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണെന്ന് മെൻഷൻ കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ട്. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? particulars of all money received and expended by LLP. എന്തൊക്കെയാണോ റിസീപ്റ്റ്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണോ എക്സ്പെൻഡിച്ചർ ഉണ്ടായത് അതെല്ലാം ഉണ്ടാവും. റെക്കോർഡ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് LLP, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്, ഇൻവെന്ററീസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനാൻഷ്യൽ ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, പിന്നെ P&L ഉണ്ട്. അതുപോലെ തന്നെ all other particulars which the partners may decide. The books of account of LLP are required to preserve for 8 years. 8 years from the date on which they are made. അപ്പം 8 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 8 ഇയേഴ്സിലേക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. LLP മാത്രമുള്ള സ്പെഷ്യൽ ഫീച്ചർ ഇത്. Every LLP shall file statement of accounts and solvency in Form 8. ഈ ഫോമും ഇമ്പോർട്ടന്റ് ആണ്. With the register within a period of 30 days from the end of 6 months of a financial year to which the statement of account and solvency relates, along with the prescribed fee. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി എല്ലാ വർഷവും ഫയൽ ചെയ്യണം ഇൻ ഫോം നമ്പർ 8. അത് മറക്കരുത്, ഫോം നമ്പർ 8 അത് ഇമ്പോർട്ടന്റ് ആണ്. എന്നാ ഫയൽ ചെയ്യേണ്ടത്? വിത്തിൻ എ പീരീഡ് ഓഫ് 30 days from the end of 6 months of financial. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ മാർച്ച് 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 months, അപ്പൊ സെപ്റ്റംബർ
സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒരു 30 ഡേയ്സും കൂടെ കിട്ടും. അപ്പൊ ഒക്ടോബർ 30-ക്കുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾവൻസി അക്കൗണ്ട്സ് സോൾവൻസി ഇൻ ഫോം നമ്പർ 8 നമ്മൾ ഫയൽ ചെയ്യണം. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾവൻസി ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി ഓൺ LLP ഷാൽ ബി സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് LLP. അത് നമ്മൾ പറഞ്ഞു, ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആയിരിക്കും എല്ലാ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നത്, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി സൈൻ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് LLPക്ക് വേണ്ടി സൈൻ ചെയ്യുന്നത് ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആണ്. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസിക്കകത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഏതാ ഫോം നമ്പർ 8 എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്നാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്, ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് സൈൻ ചെയ്യുകയും ചെയ്യും. ഇനി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. Accounts of every LLP shall be audited. If the turnover of LLP does not exceed any particular lakhs or whose contribution does not exceed 25 lakhs shall not be required to get its accounts audited. എന്തായാലും ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ടേൺ ഓവർ 40 lakhs എക്സീഡ് ചെയ്തില്ലെങ്കിലോ കോൺട്രിബ്യൂഷൻ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 25 lakhsന് താഴെയോ ആണെങ്കിൽ ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. വേണമെങ്കിൽ ചെയ്യാം. ഓഡിറ്റ് മാൻഡേറ്ററി ഇത് 40 lakhs കൂടുതലാണ് ടേൺ ഓവർ എങ്കിലോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ 25 lakhs കൂടുതലാണെങ്കിലോ ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അപ്പൊ ഈ ലിമിറ്റ് ഓർത്ത് വെക്കണം. 40 lakhs 25 lakhs ആണ് ലിമിറ്റ്. 25 lakhs കോൺട്രിബ്യൂഷനും 40 lakhs ടേൺ ഓവറും. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റ്, റിമൂവൽ ഓഫ് ഓഡിറ്റ്, പിന്നെ റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റ്, അതൊക്കെ ഒന്ന് വായിച്ചു വെക്കണം. പിന്നെ വരുന്നത് ആനുവൽ റിട്ടേൺ. എവറി LLP shall be required to file with the register an annual return duly authenticated every year in form number 11. ഇതും കൂടെ ഓർത്തുക്കണം. ഫോം നമ്പർ 11 ഇമ്പോർട്ടന്റ് ആണ്. The annual return of LLP having turnover up to 5 crore during the corresponding financial year or contribution up to 50 lakhs shall be accompanied with a certificate from registered partner. Other the signatory to annual return to the effect that the annual return contains true and fair account. 50 turnover up to 5 crore ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ഡെസിഗ്നേറ്റഡ് പാർട്ണർ മാത്രം മതി. എന്ത് അക്കൗണ്ട്സ് എല്ലാം ട്രൂ ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ളത് ഡെസിഗ്നേറ്റഡ് പാർട്ണർ സർട്ടിഫൈ ചെയ്താൽ മതി. ഇനി ടേൺ ഓവർ 5 crore കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? Annual return shall be accompanied by a certificate from company secretary in practice to effect that he has verified the particulars of books of account of LLP and found them to be true and correct. 5 crore വരെ എന്തായാലും ആനുവൽ റിട്ടേൺ വേണം ഫോം നമ്പർ 11. ഇനി ടേൺ ഓവർ 5 crore വരെ ഉള്ളൂ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ 50 ലക്ഷം ഉള്ളെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണറിന്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണം. എന്താ അക്കൗണ്ട്സ് എല്ലാം ട്രൂ ആൻഡ് കറക്റ്റ് ആണെന്നുള്ളത്. ഇനി ടേൺ ഓവർ 5 crore കോൺട്രിബ്യൂഷൻ 50 lakhs കൂടുതലാണെങ്കിൽ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം. ദാറ്റ് അക്കൗണ്ട്സ് ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് പ്രോപ്പർട്ടി രജിസ്ട്രാറിന്റെ ഭാഗത്ത് എന്തൊക്കെയാണ് അതൊക്കെ നോക്കണം. ഇനി പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ്സ്. എന്തൊക്കെ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പെർമനന്റ്ലി പ്രിസർവ് ചെയ്യണം? നമ്മൾ ആനുവൽ ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ 8 വർഷം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ പെർമനന്റ്ലി LLPന്റെ വൈൻഡിംഗ് അപ്പ് വരെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓക്കെ. ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് ആദ്യം നമ്മൾ ഇൻകോർപ്പറേഷന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്ത് രജിസ്റ്റർ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഇല്ല, അത് വേണം. നോട്ടീസ് ഓഫ് സിറ്റുവേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നുള്ളത്. ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു LLP എഗ്രിമെന്റ്, അതുപോലെ നോട്ടീസ് ആൻഡ് അതർ അഡ്രസ് ഓഫ് LLP പാർട്ണർഷിപ്പ് വിച്ച് ദ ഡോക്യുമെന്റ് LLP ഓഫ് എനി LLP and which the documents to be served. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് വന്നിട്ട് പെർമനന്റ്ലി പ്രിസർവ് ചെയ്യേണ്ടതാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട് 8 വർഷം, ഇതൊക്കെ പെർമനന്റ്ലി പ്രിസർവ് ചെയ്യേണ്ടതാണ്. ഇനി ഡോക്യുമെന്റ്സ് വിച്ച് ആർ ടു ബി പ്രിസർവ് ഫോർ 21 years. എന്തൊക്കെയാ? ഓൾ പേപ്പേഴ്സ്, രജിസ്റ്റേഴ്സ്, റീഫണ്ട് ഓർഡേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ് റിലേറ്റിംഗ് ടു LLP ലിക്വിഡേഷൻ അക്കൗണ്ട്സ്. LLP ലിക്വിഡേഷൻ പ്രോസസ് ഒക്കെ ആയി കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പിന്റെ ഒക്കെ മുന്നേ ലിക്വിഡേഷൻ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ 21 yearsലേക്ക് പ്രിസർവ് ചെയ്യേണ്ടി വരും. റീഫണ്ട് ഓർഡേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത രജിസ്റ്റേഴ്സും എല്ലാം. ഇനി 5 years പ്രിസർവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ബാക്കി മിക്കവാറും ഉള്ള എല്ലാം 5 years. സ്റ്റാറ്റിസ്റ്റിക്കൽ റിട്ടേൺസ്, ഗവൺമെന്റ് ഓർഡേഴ്സ്, പിന്നെന്താ നോട്ടീസ് ഓഫ് പേഴ്സൺ സീസിംഗ് ടു ബി എ പാർട്ണർ, ചേഞ്ച് ഇൻ നെയിം ഓർ അഡ്രസ് ഓഫ് പാർട്ണർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആനുവൽ റിട്ടേൺ ഓഫ് LLP,
കൺസെന്റ് ടു ആക്ട് ആസ് പാർട്ണർ. ബാക്കി മിക്കവാറുള്ള എല്ലാ സാധനങ്ങളും 5 വർഷത്തേക്ക്. അപ്പൊ പെർമനന്റ്ലി പ്രിസർവ് ചെയ്യേണ്ടത് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണെങ്കിൽ 8 വർഷം. ഇനി 5 ഇയേഴ്സിലേക്ക് മിക്കവാറുള്ള ബാക്കി എല്ലാം 5 ഇയേഴ്സ് ആണ്. അതൊന്ന് വായിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി നമ്മൾ എല്ലാ വർഷവും ഫയൽ ചെയ്യുന്നത്. അത് 5 ഇയേഴ്സിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ഇയേഴ്സിലേക്ക് അതും റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി LLP കൺവേർട്ട് ചെയ്തു, LLP കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ LLP ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഫേം LLP ആയി കഴിഞ്ഞ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP ആവുന്നു, അൺലിസ്റ്റഡ് കമ്പനി LLP ആവുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊവിഷൻസ് നല്ലതാണ്. കൺവേർഷൻ ഓഫ് ഫേം ഇൻടു LLP. പാർട്ണർഷിപ്പ് ഫേം LLP ആയി. A firm may apply to convert into an LLP if and only if partners of the LLP to which the firm is converted comprise of all partners of firm. അപ്പൊ LLP ആകുമ്പോഴത്തേക്ക് പഴയ ഫേമിന്റെ പാർട്ട്നേഴ്സ് ആരൊക്കെയായിരുന്നോ അവർ തന്നെ ആയിരിക്കണം പാർട്ട്നേഴ്സ്. അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് പാർട്ട്നേഴ്സ് ആവുകയാണെങ്കിൽ, except the partners in partnership, no other person will be allowed to be a partner in LLP after. അപ്പൊ നമ്മുടെ ഫേം ആയിരിക്കുമ്പോൾ ആരൊക്കെയായിരുന്നോ പാർട്ട്നേഴ്സ് അവരെ മാത്രമേ നമുക്ക് LLPയിലും പാർട്ട്നേഴ്സ് ആക്കാൻ പറ്റുള്ളൂ. വേറെ പുതിയതായിട്ട് ഒരാളെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത്. എല്ലാ partners shall, if the firm is to be converted, it shall comprise of all partners of firm except the partners in partnership. No other person will be allowed to be a partner in LLP after its conversion. പിന്നെ ഇനി ഫേമിനെ LLP ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം, അത് ഫോം നമ്പർ 17. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ബൈ എന്തൊക്കെയാണ് രജിസ്റ്ററുമായിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ ഫേം ആയിരുന്നു, ഇപ്പൊ ഫേം എന്നുള്ള സ്റ്റാറ്റസ് ആണ്, LLP ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പം ഫേം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ബൈ ഓൾ ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ് ഇൻ ഫോം നമ്പർ 17 ആൻഡ് അക്കംപനീഡ് ബൈ P containing the following particulars. Particulars എന്ന് പറഞ്ഞാൽ അപ്പൊ ഫേമിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. നെയിം ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഇഫ് ആപ്ലിക്കബിൾ ഓഫ് ദ ഫേം. ചിലപ്പോൾ ഫേം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ഒന്നുമില്ല. Name of the firm, registration number if applicable, then a date on which the firm was registered under Indian Partnership Act or any other law if applicable, then incorporation document statement. ഇപ്പോൾ ഓൾറെഡി പാർട്ണർഷിപ്പ് ഫേം ആണ്, അപ്പൊ രജിസ്റ്റർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഏത് ഫോമിൽ അപ്ലൈ ചെയ്യുന്നത്, ഫോം നമ്പർ 17 എന്ന് പറഞ്ഞ ഫോമാണ് ഇതിന് വേണ്ടത്. ഫേം LLP ആവുകയാണ്. അപ്പം നെയിം ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ഓൾഡ് ഫേം എന്തായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഫേമിന്റെ പേര്, അത് പിന്നെ ഡേറ്റ് ഓൺ വിച്ച് നിന്നാണോ രജിസ്റ്റർ ചെയ്തത് ആ ഡേറ്റ്, പിന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റും എല്ലാം കൂടെ നമുക്ക് രജിസ്റ്ററിന്റെ അടുത്ത് ഫയൽ ചെയ്യണം. വിത്ത് അക്കംപനീഡ് ഫീ ഫോം നമ്പർ 17 ആണെന്ന് ഓർക്കണം. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP ആവുന്നു. ഫേം LLP ആവുമ്പോ എന്തൊക്കെ വെച്ചാൽ ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കി. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി LLP ആവുമ്പോ private limited company into LLP. A private company may apply to convert itself into LLP if and only if there is no security interest in assets subsisting or co-set in it. അതായത് അവരുടെ ഒരു അസറ്റ്സും സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടില്ല. സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് അസറ്റ്സ് ഒക്കെ ഫ്രീ ഫ്രം സെക്യൂരിറ്റി ആണ്, അതിനകത്ത് വേറെ ചാർജ് ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ പാർട്ണേഴ്സ് ഓഫ് LLP ടു വിച്ച് ഇറ്റ് കൺവേർട്സ് കംപ്രൈസ് ഓഫ് ഓൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി ആൻഡ് ഓണേഴ്സ്. അപ്പം അതേപോലെ ആ പാർട്ണേഴ്സിന്, ആ മെമ്പേഴ്സിന് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് പാർട്ണേഴ്സ് ആവാനേ പറ്റുള്ളൂ. അല്ലാതെ പുതിയ ആളെ അക്കോമഡേറ്റ് ചെയ്യാനോ ഇനി ആരെ കളയാനോ ഒന്നും പറ്റില്ല. അതേപോലെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെ ആയിരുന്നു അവരെല്ലാം ഈ LLPയുടെ പാർട്ണേഴ്സും ആക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ അസറ്റ്സിനൊന്നും വേറെ ചാർജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവര് എന്നുവെച്ചാൽ വേറെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനെ പ്ലെഡ്ജ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പ്രോസസ് ഒന്നും ഉണ്ട്. അസറ്റ്സ് എല്ലാം ഫ്രീ ഫ്രം ചാർജ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കമ്പനിയെ LLP ഒക്കെ കൺവേർട്ട് ചെയ്യാൻ അപ്ലൈ ചെയ്യാം. ഇനി അതിന്റെ ഫോം നമ്പർ 18 ആയിരുന്നു. ഫോം നമ്പർ 17 ആണെങ്കിൽ ഫേം ടു LLP, ഫോം നമ്പർ 18 ആണെങ്കിലോ കമ്പനി ടു LLP. അതിനകത്ത് എന്തൊക്കെ പർട്ടിക്കുലേഴ്സ് ആണ് വേണ്ടത്, നെയിം ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് കമ്പനി. കമ്പനി എന്ന് പറയുമ്പോൾ എന്തായാലും രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ. അപ്പം അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി വാസ് ഇൻകോർപ്പറേറ്റഡ്, പിന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റും സ്റ്റേറ്റ്മെന്റും. അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഫോം നമ്പർ 18, പിന്നെ ഈ രണ്ട് ഫോംസും വരുന്ന, ഈ രണ്ട് ഡോക്യുമെന്റ്സും വരുന്നത് LLP ഫേമിന്റെയും സെയിം തന്നെയായിരുന്നു.
ഇനി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി LLP ആണ്. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? അവിടെ ഈ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഓഫ് അസറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. At the time of application, assets എല്ലാം ഫ്രീ ഫ്രം ചാർജ് ആയിരിക്കണം. പിന്നെ the partners of LLP to which it converts comprise of all shareholders of company and all. അപ്പൊ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവരെല്ലാം ഈ പാർട്ണർഷിപ്പിന്റെ LLPയുടെ പാർട്ണേഴ്സ് ആവണം. അതുപോലെ തന്നെ ഇത് ഫോം നമ്പർ 18 തന്നെ. സ്റ്റേറ്റ്മെന്റ് by all shareholders in form number 18 along with the fee containing the എന്തൊക്കെ particulars ആണ് വേണ്ടത്? Name and registration number of company, date on which the company was incorporated, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത്രയും വേണം ഇത്രയായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പൊ 3 കൺവേർഷൻ പോസിബിൾ ആണ്. കൺവേർഷൻ ഓഫ് ഫേം ഇൻറ്റു LLP, പ്രൈവറ്റ് കമ്പനി ഇൻറ്റു LLP, അൺലിസ്റ്റഡ് കമ്പനി ഇൻറ്റു LLP. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, ഫോം നമ്പേഴ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനിയും വന്നിട്ട് നോക്കേണ്ടത് ഫോറിൻ LLP എന്താന്നുള്ളത്. അതൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ.
അപ്പൊ ഫോറിൻ LLP എന്താണെന്നുള്ളത്. The foreign LLP in the LLP incorporated or registered outside India, which establishes a place of business within India. So mainly registered അല്ലെങ്കിൽ incorporated outside India ആണ്, but it has a place of business in India. അപ്പൊ അതിനെയാണ് foreign LLP എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി ഒരു ഫിസിക്കൽ പ്ലേസോ ചിലപ്പോൾ ഇലക്ട്രോണിക് മോഡോ എങ്ങനെയെങ്കിലും ആണെങ്കിലും ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലുണ്ട്. ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, രജിസ്ട്രേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, പക്ഷേ ഇറ്റ് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഡയറക്ട്ലി ആവാം, ചിലപ്പോൾ ത്രൂ ഏജന്റ് ആവാം, അങ്ങനെയൊക്കെ. ഫോറിൻ LLP shall file with the registrar in form number 27. ഈ ഫോം ഓർത്തിരിക്കണം. Within 30 days of establishing a place of business in India. അപ്പൊ ഫോറിൻ LLP ഇവിടെ വന്നിട്ട് പ്ലേസ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാറുമായിട്ട് ഫയൽ ചെയ്യണം. 30 days of establishing a place of business. ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് ആയി പറയുന്നത്. അപ്പൊ ഫോം നമ്പർ 27 ആണെന്നുള്ളത് ഓർത്തിരിക്കണം. Within 30 days of establishing a place of business, a copy of certificate of incorporation or registration and other instruments constituting or defining the constitution of LLP. The certificate of incorporation. അത് പിന്നെ full address of registered or principal office of business of LLP in the country of its incorporation. എവിടെയാണോ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അവിടുത്തെ ഫുൾ അഡ്രസ്, പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഫുൾ അഡ്രസ്, full address of LLP in India, which is deemed to be its principal place of business in India. അപ്പൊ place of business in India ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, ഫുൾ അഡ്രസ്, ഏത് കൺട്രിയിലാണോ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അവിടുത്തെ പ്രിൻസിപ്പൽ ഓഫീസിന്റെ അഡ്രസ്സും, അതുപോലെ തന്നെ ഇവിടെ എവിടെയാണോ പ്ലേസ് ഓഫ് ബിസിനസ് അതിന്റെ അഡ്രസ്സും. പിന്നെ ലിസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആൻഡ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് 2 or more persons resident in India authorized to be accepted on behalf of LLP service process അല്ലെങ്കിൽ any notices other documents to be served to India. അപ്പം എല്ലാ പാർട്ട്നേഴ്സിനും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ 2 റെസിഡന്റ് പാർട്ട്നേഴ്സിന്റെ റെസിഡന്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണോ അവരുടെ ഡീറ്റെയിൽസും. കാരണം എന്തെങ്കിലും LLP ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ സർവീസ് ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ രജിസ്ട്രാറിന് അല്ലെങ്കിൽ കോർട്ടിന് എന്തെങ്കിലുമൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അവർക്കെല്ലാം അയച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും ഫോറിൻ പ്ലേസിലാണെങ്കിലോ, അപ്പൊ ആരൊക്കെയാണോ റെസിഡന്റ് ആയിട്ടുള്ളത് അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 പേരുടെയെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണം, അവര് റെസിഡന്റ് ആണെന്നുള്ളത്. അതിപ്പം സർവീസ് ഓഫ് ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടാണ് അത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പൊ ഫോറിൻ LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് രജിസ്റ്റർഡ് ഔട്ട്സൈഡ് ഇന്ത്യ, വിച്ച് ഹാസ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. Within 30 days രജിസ്ട്രാറിനെ ഇന്റിമേറ്റ് ചെയ്യണം. ഇൻ ഫോം നമ്പർ 27 എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഫുൾ അഡ്രസ് ഓഫ് രജിസ്റ്റർ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് LLP in the country of its incorporation, full address of LLP in India, which is deemed to be the place of business in India. പിന്നെ ലിസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും, പിന്നെ അതുപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് 2 or more persons resident in India. എന്തിനു വേണ്ടിയിട്ട്? സർവീസ് ഓഫ് ഡോക്യുമെന്റ്സിനും എന്തെങ്കിലും ഇന്റിമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അയക്കാൻ വേണ്ടിയിട്ട് റെസിഡന്റ് ആയിട്ടുള്ള മിനിമം 2 പേരുടെ. അപ്പൊ അതൊക്കെയാണ് LLP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതൊക്കെ എല്ലാം ഒന്ന് വായിച്ചു നോക്കണേ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ട് ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അത് എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴൊക്കെയാണ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ അഗെയിൻസ്റ്റ് LLP. സെൻട്രൽ ഗവൺമെന്റ് is to appoint inspectors for the investigation. LLP against investigation വേണം investigation. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ 2 ടൈപ്പ് ഉണ്ട്. One is at the order of court or tribunal and other is by central government itself. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഓർഡർ ഓഫ് കോർട്ടിന്റെ ഇതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് തന്നെ സുഖമായിട്ടോ തോന്നി കഴിഞ്ഞാലും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓർഡേഴ്സ് ഓഫ് കോർട്ട് ഓർ ട്രൈബ്യൂണൽ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ അപ്പോയിന്റ് 1 or more inspectors to investigate the affairs of LLP if the tribunal either suo motu or an application received from not less than 1/5 of the total number of partners of LLP declares that the affairs of LLP ought to be investigated. അപ്പൊ പാർട്ട്നേഴ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ട്രൈബ്യൂണൽ, ഒന്നേ കമ്പനിയിലോ ട്രൈബ്യൂണലിനോടോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. അപ്പം അതാണ് പറയുന്നത് എത്ര പേർക്ക് അപ്ലൈ ചെയ്യാൻ, മിനിമം അത്രയും പേരെങ്കിലും അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അവർക്ക് എന്തെങ്കിലും അഫയേഴ്സ് ഓഫ് LLPയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറഞ്ഞ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. എനി കോർട്ട് ബൈ ഓർഡർ ഡിക്ലെയർസ് ദാറ്റ് അഫയേഴ്സ് ഓഫ് LLP ought to be
ഇൻവെസ്റ്റിഗേറ്റ്. അല്ലാതെ ഇപ്പൊ പാർട്ട്നേഴ്സ് അപ്ലൈ ചെയ്യാതെ തന്നെ കോർട്ടിന് തോന്നുവാണ് സ്വമേധെ കേസ് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ കോർട്ടിന് തോന്നുവാണ് അഫയേഴ്സ് ഓഫ് LLP ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ കോർട്ടിന് ബൈ ഓർഡർ 1/5 of the roll number of partners അപ്ലൈ ചെയ്താലും, ഇൻ കേസ് ഇഫ് ദ അഫയേഴ്സ് ഓഫ് ദ LLP നീഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഓർഡർ ഓഫ് കോർട്ട് വഴി ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബൈ ഓർഡർ ഓഫ് കോർട്ട്. അപ്പം ഇവര് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യും. ട്രൈബ്യൂണലിന്റെ ആക്ഷൻ കാരണം സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും 1 or more ഇൻസ്പെക്ടേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ അഫയേഴ്സ് ഓഫ് LLP. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ്സെൽഫ്, സെൻട്രൽ ഗവൺമെന്റിന് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാം. അത് എപ്പോഴൊക്കെയാ? If not less than 1/5 of the total number of partners make an application with supporting evidence and security amount as may be prescribed. If 1/5 of the total number of partners സെൻട്രൽ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്താലും അങ്ങനെയായിട്ടുള്ള കേസുകളിലും സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം. ഇഫ് ദ LLP മേക്സ് ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് LLP sought to be investigated. ഇപ്പം പാർട്ട്നേഴ്സ് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. LLPക്ക് തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാമല്ലോ. അപ്പൊ LLPയുടെ നെയിമിലും അപ്ലൈ ചെയ്യാൻ പറ്റും. If in the opinion of central government there are circumstances suggesting that business of LLP, ഇപ്പം ഏതെങ്കിലുമൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന് തന്നെ തോന്നുകയാണ് if the business of LLP is conducted with an intent to defraud the creditors or partners or for a fraudulent purpose or for unlawful purpose or in a manner oppressive or prejudicial to any of the partners. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അകത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനും ഡയറക്ട്ലി ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. മെയിൻലി ഇത് ഈ കാര്യങ്ങളുണ്ട്. If the business of LLP is conducted with an intent to defraud the creditors, അല്ലെങ്കിൽ fraudulent purpose വേണ്ടിയിട്ടാണ്, unlawful ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മാനറിൽ prejudicial to എന്തെങ്കിലും അതിന്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒക്കെ പാർട്ട്നേഴ്സിന് ഹാർംഫുൾ ആണ്, ആ രീതിയിലാണ് ബിസിനസ് പോകുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. That the affairs of LLP are not being conducted in accordance with provisions. LLP Act പറയുന്ന പോലെ അല്ല LLPയുടെ ഫംഗ്ഷൻസ് പോകുന്നത്. അല്ലെങ്കിൽ on receipt of report of registrar or any other investigation or regulating agency, അല്ലെങ്കിൽ രജിസ്ട്രാർ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ഏജൻസിയുടെ ഇന്റിമേഷൻ കാരണം സെൻട്രൽ ഗവൺമെന്റിന് ഓർഡർ ചെയ്യാം ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഹെഡ് അതാണ്. പിന്നെ ഇൻസ്പെക്ടറിനെ അപ്പോയിന്റ് ചെയ്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് കൊടുക്കും എന്താന്നുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട്. അതനുസരിച്ച് അതിന്റെ പ്രോസിക്യൂഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ. പിന്നെ ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ടു ബി എവിഡൻസ്, അതെല്ലാം എവിഡൻസ് ആയിട്ട് കണക്കാക്കും. അങ്ങനെയൊക്കെ. ഇനി സ്ട്രൈക്കിംഗ് ഓഫ് നെയിം ഓഫ് ഡിസ്ഫങ്ഷണൽ LLP, അതായത് where the LLP is not carrying out any business of operation for 2 years or more, the registrar has reasonable cause to believe that the same suo action for striking of the name of LLP. അപ്പൊ 2 വർഷത്തെ ഇതില് ഡോർമെന്റ് ആയിട്ട് കിടക്കുകയാണ്, ഫംഗ്ഷൻസ് ഒന്നും ബിസിനസ് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ രജിസ്ട്രാറിന് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം നെയിം ഓഫ് LLP. അപ്പം എത്ര വർഷത്തേക്കാണ് ഡിസ്ഫങ്ഷൻ ആയാണെന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കണം. 2 വർഷത്തേക്ക് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ഓഫിന് രജിസ്ട്രാറിന് അധികാരമുണ്ട്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് LLP. എങ്ങനെയൊക്കെ LLP വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളത്. ഒന്നെങ്കിൽ വോളണ്ടറി വൈൻഡ് ചെയ്യാൻ പറ്റും. LLP may be wound up voluntarily if the LLP passes a resolution to wind up the LLP with the approval of at least 3/4 of the total number of partners. So 3/4 of the total number of partners decide ചെയ്യാണ്. അവര് voluntarily resolution pass ചെയ്യുകയാണെങ്കിൽ LLP wound up. If the LLP has creditors, whether secured or unsecured, the approval of such creditors is to be obtained for voluntary. Voluntary winding up ആണെങ്കിൽ പാർട്ട്നേഴ്സ് മാത്രം ഡിസൈഡ് ചെയ്താൽ പോരാ, ഇനി ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അപ്രൂവലും കൂടെ കിട്ടണം. A copy of resolution shall be filed with the registrar within 30 days of passing the resolution in form number 1. റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് 30 ഡേയ്സിനുള്ളിൽ രജിസ്റ്റർ ആയിട്ട് ഫയൽ ചെയ്യാൻ വേണം. വോളണ്ടറിലി വൈൻഡിങ് അപ്പിന് താല്പര്യമുണ്ട്. 3/4 ഓഫ് ദ പാർട്ട്നേഴ്സ് അതിന് അപ്രൂവലും തന്നിട്ടുണ്ട്, അവരെ എന്നിട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അപ്രൂവലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് രജിസ്ട്രാറുമായിട്ട് ഫയൽ ചെയ്യണം.
പിന്നെ വൈൻഡിങ് അപ്പ് ഒക്കെ ഡിസൊല്യൂഷൻ പ്രോസസ്സിന് മുന്നേ തന്നെ ഇൻ കേസ് ഓഫ് വോളണ്ടറിലി വൈൻഡിങ് അപ്പ് ദ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് നോട്ട് ബീങ് ലെസ് ദാൻ 2. ഇപ്പൊ രണ്ടുപേരെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആയിട്ട് വേണമല്ലോ. ഷാൽ മേക്ക് എ ഡിക്ലറേഷൻ ഇൻ ഫോം നമ്പർ 2 വെരിഫൈഡ് ബൈ അഫിഡവിറ്റ് ടു ദ എഫക്ട് ദാറ്റ് ദ LLP ഹാസ് നോ ഡെറ്റ് ഓൺ ദാറ്റ് ഇറ്റ് വിൽ ബി ഏബിൾ ടു പേ ഓഫ് ഇറ്റ്സ് ഡെറ്റ്സ് in full with such period as may be specified declaration but not exceeding 1 year from the commencement of winding up. അപ്പോൾ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള ബാധ്യതകളെല്ലാം കൊടുത്ത് തീർക്കണം. അപ്പോൾ വോളണ്ടറിലി വൈൻഡിങ് അപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഒരു അഫിഡവിറ്റ് കൊടുക്കണം. എന്താണ് നമ്മുടെ ഡെറ്റ് ഒന്നും ഇല്ലെന്ന് ഉള്ള ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത്ര പീരീഡിനുള്ളിൽ അതൊക്കെ കൊടുത്ത് തീർത്തോളാം എന്നുള്ളത് രജിസ്റ്ററുമായിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. അതാണ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മീറ്റ് ചെയ്യുക, എല്ലാ ലയബിലിറ്റീസും മീറ്റ് ചെയ്തു, ഓൾറെഡി ഡെറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇനി മീറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് എന്തെങ്കിലും മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡെറ്റ് ഒക്കെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ എത്ര പീരീഡിനുള്ളിൽ അതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഡിക്ലെയർ ചെയ്തിട്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും ആരുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഇനി മാക്സിമം 1 ഇയറിനുള്ളിൽ വൈൻഡിങ് പ്രോസസ്സ് തുടങ്ങി കഴിഞ്ഞിട്ട് 1 ഇയറിനുള്ളിൽ അതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റണം. അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്തിന്റെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്. മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഷാൽ ബി കൺവേഡ് ഫോർ സീക്കിംഗ് അപ്രൂവൽ ഓഫ് ക്രെഡിറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു വൈൻഡിങ് അപ്പ് വോളണ്ടറിലി വൈൻഡിങ് അപ്പ് തീരുമാനിച്ച റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന്റെ അപ്രൂവലും കൂടെ എടുക്കണം. അപ്പൊ അപ്രൂവലിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. 2/3 ഇൻ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് ഗിവ് ഇൻ കൺസെന്റ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ് നമ്മുടെ ക്രെഡിറ്റ് ലയബിലിറ്റി എത്രയൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ 2/3 വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. LLP shall within 40 days thereafter file an application with the tribunal for winding. അപ്പം അത്ര അപ്രൂവൽ കിട്ടണം. 2/3 ഓഫ് ദ ക്രെഡിറ്റേഴ്സ്, 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ ആയിരുന്നു. വോളണ്ടറിലി വൈൻഡിങ് ആകുമ്പോൾ എന്തോരം പാർട്ട്നേഴ്സിന്റെ അപ്രൂവൽ ആയിരുന്നു വേണ്ടത്? അറ്റ്ലീസ്റ്റ് 3/4 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അപ്രൂവ് ചെയ്യണം. 3/4. ഇവിടെ ക്രെഡിറ്റേഴ്സ് എത്ര വാല്യൂ ഉള്ള ക്രെഡിറ്റേഴ്സ് വേണം? 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്താലേ നമുക്ക് വോളണ്ടറിലി വൈൻഡിങ് അപ്പിന് വേണ്ടിയുള്ള പ്രൊസീജിയർ തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് മാറുമ്പോഴത്തേക്ക് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ LLP shall within 14 days of receipt of creditors' consent give notice of resolution by advertisement in newspaper circulating in the district where the registered office or principal office of LLP is situated. ഡിസൊല്യൂഷൻ പ്രോസസ്സ് തുടങ്ങാൻ പോവാണെന്നത് ന്യൂസ് പേപ്പറിലും അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. വിത്തിൻ 14 days ഓഫ് റെസിപ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് കൺസെന്റ്. എന്തായാലും പാർട്ട്നേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റും കൂടെ കിട്ടിക്കഴിഞ്ഞു, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്യണം. ഏത് ഡിസ്ട്രിക്ട് എവിടെയാണോ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആ ഡിസ്ട്രിക്റ്റിലുള്ള ന്യൂസ് പേപ്പർ, ആ ലാംഗ്വേജിലുള്ള മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റും കൊടുക്കണം. ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനൽ ഉണ്ടാവും. Liquidator shall be appointed in connection with voluntarily winding up of an LLP from a panel maintained by central government consisting of CA, advocate, അതുപോലെ തന്നെ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ടൻസ് എല്ലാത്തിനും കൂടി ഒരു പാനൽ ഉണ്ടാവും. അതിനകത്തുനിന്ന് ഒരാളെ നമുക്ക് ലിക്വിഡേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഇനിയും ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. He shall settle the list of creditors or partners. He shall obtain approval of partners or creditors for the purpose he may consider necessary. He shall maintain the register and proper books of accounts. He shall the debts of the LLP and shall adjust the rights of partners. Debts of LLP എല്ലാം കൊടുത്തു കിട്ടണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഓരോ പാർട്ട്ണറിന്റെയും റൈറ്റ്സ്, അതിന്റെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ he shall observe the due care and diligence in discharge of his duties. ക്രെഡിറ്റർ സെറ്റിൽ ചെയ്യണം. എല്ലാ പാർട്ട്നേഴ്സിന്റെ അപ്രൂവൽ അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ അപ്രൂവൽ ഒക്കെ കിട്ടിയതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഒന്നുകൂടെ ക്രോസ് ചെയ്യണം. അതുപോലെ രജിസ്റ്റർ, മെയിൻറ്റെയിൻ ദ രജിസ്റ്റർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇനി അതൊക്കെ കുറെ നാളത്തേക്ക് പ്രിസർവ് ചെയ്യണമല്ലോ. ഇനി അത് പിന്നെ ഡെറ്റ്സ് ഓഫ് LLP എല്ലാം കൊടുത്തു തീർക്കണം. അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സിന്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കണം. എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ടോ, അവർക്ക് ഇനി എന്തെങ്കിലും കമ്മീഷൻ കിട്ടാനുണ്ടോ, അതെല്ലാം കൊടുത്തു തീർക്കണം. പിന്നെ അതിനെല്ലാം ഡ്യൂ കെയർ ആൻഡ് ഇന്റലിജൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് LLP.
As soon as the affairs of LLP are fully wound up, LLP liquidator shall prepare a report stating the manner in which winding up has been conducted and the property has been disposed of. എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ preferential order of creditors ഉണ്ടല്ലോ, അതനുസരിച്ച് എങ്ങനെയൊക്കെയാണ് കൊടുത്തു തീർത്തത്, ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും ആ അസറ്റ്സ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തു തീർത്തത് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ടുള്ളത് ഫോം നമ്പർ 9 ഫോം നമ്പർ 9 ഫയൽ ചെയ്യേണ്ടത്. ആൻഡ് അസറ്റ്സ് ഓഫ് LLP ഹാസ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ് ആൻഡ് ഡെബ്റ്റ്സ് ആർ ഫുള്ളി ഡിസ്ചാർജ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ഫയൽ ചെയ്യണം. LLP ബോണ്ട് ആയി കഴിഞ്ഞാൽ ആ ബോണ്ടിങ് പ്രോസസ് എങ്ങനെയായിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ അസറ്റ്സും വിറ്റ് തീർത്തത്, നമ്മുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്തു, അങ്ങനെ ആ ഡീറ്റെയിൽസ് ഫുള്ള് ഫോം നമ്പർ 9 രജിസ്റ്റർ ആയിട്ട് ഫയൽ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഓഫ് LLP എന്ന് പറയുമ്പോൾ അസറ്റ്സ് ഓഫ് LLP എല്ലാം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസറ്റ്സ് എല്ലാം കൊടുത്തിട്ട് അതെല്ലാം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ അസറ്റ്സിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തിട്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യണം. പിന്നെ cost, charges and expenses properly incurred in winding up, including the fee of LLP liquidator, shall be subject to right of secured creditors, if any, and workmen be paid out of the assets of LLP in prior to all claims. അതായത് നമ്മൾ അസറ്റ്സ് എല്ലാം അസറ്റ്സിൽ നിന്ന് എന്തൊക്കെ റിക്കവർ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യും. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി കിട്ടുക എന്ന് പറയുന്നത് വർക്ക്മാൻ, അതായത് നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഓൾറെഡി എംപ്ലോയീസിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതായിരിക്കണം ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ക്രെഡിറ്റേഴ്സിനെ ആയിട്ട് എന്തൊക്കെയാണോ preferential ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണ് ആ പ്രെഫറൻസ് അനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് ഓരോ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കണം. അതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പിൽ ഇങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ. ആദ്യം നമ്മൾ പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് വാങ്ങണം, അത് കഴിഞ്ഞ് ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റ്, അത് കഴിഞ്ഞ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പിന്നെ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും, ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഡിസൊല്യൂഷൻ എല്ലാ പ്രൊസീജിയറും ഫോം നമ്പർ 9 LLP ലിക്വിഡേറ്റർ ഫയൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അസറ്റ്സ് ഒക്കെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്ന എന്താണ് വർക്ക്മാൻസ് ഡ്യൂ. അപ്പൊ അതൊക്കെയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പിനകത്ത് വരുന്നത്. ഈ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ. Application to tribunal for winding up of LLP shall be a petition presented by ഒന്നെങ്കിൽ LLP ഡയറക്റ്റ് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ any of its partners ഡയറക്റ്റ്ലി ട്രൈബ്യൂണലിൽ അപ്രോച്ച് ചെയ്യുകയാണ്. അങ്ങനെയാണ് നേരത്തെ എങ്ങനെയായിരുന്നു, വോളണ്ടറിലി ഇതിനകത്ത് റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അവർ തന്നെ തീരുമാനിക്കാറുണ്ട്. ഇവിടെ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാണ് പാർട്ട്നേഴ്സ് or any creditor, secured creditor or creditors, including contingent or prospective creditor or creditors. അപ്പൊ creditors ഒന്നിക്ക് പാർട്ട്നേഴ്സ് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യും, അതല്ലെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റർ അല്ലെങ്കിൽ അല്ലാത്ത ക്രെഡിറ്റേഴ്സ് തന്നെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ രജിസ്ട്രാറിന് അപ്ലൈ ചെയ്യാം ട്രൈബ്യൂണലായിട്ട് ബൈൻഡിങ് അപ്പ് ഓഫ് LLP, അല്ലെങ്കിൽ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട്ലി. അപ്പൊ ഇത്രയും പാർട്ടീസ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രൈബ്യൂണലിന് വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അപ്പോയിന്റ്മെന്റ് ഓഫ് ലിക്വിഡേറ്റർ, വൈൻഡിങ് അപ്പ് ചെയ്യണം ഓരോ പാർട്ടീസുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ലിക്വിഡേറ്റർ റിപ്പോർട്ട് കൊടുക്കും, പിന്നെ LLPയുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യും. പ്രോസസ്സ് മൊത്തം അത് ഇച്ചിരി വലിയ ലോങ് ആയതുകൊണ്ട് അങ്ങനെ ഡയറക്ട്ലി ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിനകത്തുനിന്നൊക്കെ ചെറിയ ചെറിയ ഫോമിന്റെ പേരൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി കൺക്ലൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ്, ഇതൊക്കെ പറ്റും വോളണ്ടറിലി ആണെങ്കിലും അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണ് കൺക്ലൂഷൻ, എങ്ങനെയാണ് വൈൻഡിങ് അപ്പ് ക്ലോസ് ആവുന്നത്, വൈൻഡിങ് അപ്പ് ആ പ്രൊസീജിയർ കഴിയുന്നുള്ളത്. വൈൻഡിങ് അപ്പ് ഓഫ് LLP wound up by the order of tribunal ആണെങ്കിൽ the date on which the order dissolving LLP has been reported by the liquidator to the register. ലിക്വിഡേറ്റർ എല്ലാം കൊടുത്തു തീർന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുമല്ലോ രജിസ്റ്ററിന്. അപ്പൊ ആ ഡേറ്റ് എന്നാണെന്നുള്ളത്, date on which order dissolving LLP has been reported by liquidator to the register. അപ്പൊ ആ ഡേറ്റിലായിരിക്കും LLPയുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അതായിരിക്കും ആ വൈൻഡിങ് അപ്പ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി വോളണ്ടറി വൈൻഡ് അപ്പ് ആണെങ്കിലോ, the date of dissolution of LLP unless such date of any
fund or assets of LLP remain unclaimed or undistributed in the hands of or under the control of liquidator or any person who acted as the liquidator in case. അപ്പം അൺക്ലെയിംഡ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്നാണോ ആ ഡിസൊല്യൂഷൻ പ്രോസസ് എന്നാണോ അന്ന് ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് LLP എന്നാണോ ആ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ അതിന് അന്നായിരിക്കും. പക്ഷെ അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു അസറ്റ്സ് അൺക്ലെയിംഡ് ആയിട്ടോ ലയബിലിറ്റി അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടോ ആവാൻ പാടില്ല. എല്ലാം ആ ഡേറ്റ് അതായിരിക്കും. വോളണ്ടറിലി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ അന്ന്. The order of tribunal വഴിയാണെങ്കിൽ at the date on which the order dissolving LLP has been reported by liquidator to the registrar. അപ്പൊ അതാണ് കൺക്ലൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ്. അത് ഏത് ഡേറ്റ് ആണ് കൺക്ലൂഷൻ ഓഫ് വൈൻഡിങ് അപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ. അപ്പൊ അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുനിന്ന് കണ്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കണം. വായിച്ചു വെക്കാന്നല്ല, ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല. കുറെ സ്റ്റെപ്സ് ഉള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല. ബാക്കി ചേഞ്ച് ഇൻ രജിസ്റ്റേർഡ് ഓഫീസ് ഒക്കെ ഒന്ന് രണ്ട് തവണ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഫോം നമ്പറും ഓർത്തിരിക്കണം. അത്രയൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് അത്രേ ഉള്ളൂ എന്നല്ല, അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം മീറ്റിംഗ് എൻഡ് ചെയ്തോട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. താങ്ക് യു.